അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ലൂക്ക് ഉത്തരം പറ. സജിത് സാറിൻ്റെ ശബ്ദം ആ ക്ലാസ് മുറിയിൽ മുഴങ്ങി. ഏറ്റവും പുറകിലെ ബെഞ്ചിൽ ഇരുന്നിരുന്ന ലൂക്ക പതിയെ എഴുന്നേറ്റ് നിന്നു. ലൂക്ക ഒന്നും മിണ്ടിയില്ല. പകരം വെറുതെ ആ ബോർഡിലേക്കൊന്ന് നോക്കി. ഉത്തരം അറിയാവോ? സജിത് സാർ പിന്നെയും ചോദിച്ചു. അറിയാം, ലൂക്ക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കയറി വന്നു. ഒപ്പം ആ ബോർഡിലേക്ക് സജിത് സാർ ഒരു 10 മിനിറ്റ് മുമ്പേ പറഞ്ഞു തന്ന പ്രോബ്ലം സോൾവ് ചെയ്തു തുടങ്ങി. സജിത്ത് മാറി നിന്ന് അവനെ വീക്ഷിച്ചു. താൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാത്ത ഒരു മെത്തേഡിലാണ് അവനത് പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. സജിത് സാറിന് അല്പം അത്ഭുതം തോന്നി. എത്ര എളുപ്പത്തിലാണ് അവൻ അത്രയും പ്രയാസമുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് തീർത്തത്. ഉത്തരം എഴുതി കഴിഞ്ഞ് ആ ചോക്ക് തിരികെ സജിത് സാറിനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു നിൽക്കുന്നത് ലൂക്ക ശ്രദ്ധിച്ചു. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ പുറകിലെ ബെഞ്ചിലേക്ക് തന്നെ പോയിരുന്നു. സജിത് സാർ ഈ കോളേജിലേക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആകുന്നുള്ളൂ. അതിനിടയ്ക്ക് PG അവസാന വർഷം പഠിക്കുന്ന ലൂക്കയെക്കുറിച്ച് അത്യാവശ്യം കുറ്റവും കുറവും സജിത് സാർ കേട്ട് കഴിഞ്ഞു. ലൂക്ക ഒരു വഴക്കാളിയും തോന്നിവാസിയും ബഹുമാനമില്ലാത്തവരുമാണെന്ന് തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് അവൻ്റെ മേലുള്ളത്. പക്ഷെ ലൂക്ക ഇത്രയും മിടുക്കനായ വിദ്യാർത്ഥിയാണെന്ന് ആരും പറഞ്ഞു കേട്ടതുമില്ല. സജിത് സാറിന് എന്തായാലും ലൂക്കയെ അങ്ങ് പിടിച്ചു. തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ താനും ഇതുപോലെ ഒരു തന്നിഷ്ടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ കണ്ണിലെ കരടുമായിരുന്നു. അതുകൊണ്ട് തന്നെ സജിത് സാറിന് തന്നെയാണ് ലൂക്കയിൽ കാണാൻ കഴിഞ്ഞത്. എടാ ലൂക്കാച്ച, ഇന്ന് ഫ്രഷേഴ്സ് വരുന്ന ദിവസമല്ലേ, എല്ലാത്തിനും നല്ലൊരു പണി കൊടുക്കണ്ടേ? അജ്മലാണ്. ഓ, സ്ഥിരം പാട്ട് പഠിക്കലും ഡാൻസ് കളിപ്പിക്കലും ഒക്കെ അല്ലേ, നീയൊക്കെ കൂടെ എന്താണെന്ന് വെച്ച് അങ്ങ് ചെയ്യേ. ഞാനില്ല, ലൂക്ക മടുപ്പോടെ പറഞ്ഞു. അതെന്ത് പറച്ചിലാടാ, നീയല്ലേ നമ്മളുടെ കപ്പിത്താൻ. അതെ, എന്നിട്ട് എന്തേലും പ്രശ്നം വരുമ്പോൾ ഞാൻ തനിച്ചങ്ങ് ഏൽക്കണം. ഇനി ആ പണിക്ക് ഞാനില്ല, നീയൊക്കെ കൂടെ എന്നാ വേണമെങ്കിലും ചെയ്തോ. എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയ ലൂക്കയെ അജ്മൽ പിടിച്ചു വെച്ചു. നീ വെറുതെ ഒന്നിരുന്ന് തന്നാ മതി ലൂക്ക, ബാക്കി ഞങ്ങളേറ്റടാ. നീ ഉള്ളതൊരു ബലമാ, അജ്മൽ ഒന്നുകൂടെ പറഞ്ഞതും ലൂക്ക പിന്നെ ഒന്നും മിണ്ടാതെ ആ പ്രവേശന കവാടത്തിനരികിലുള്ള തിണ്ണയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. അവൻ്റെ ശ്രദ്ധ അപ്പാടെ കയ്യിലുള്ള തൻ്റെ ഫോണിലേക്കായിരുന്നു. ചുറ്റും നടക്കുന്ന ബഹളങ്ങളോ ജൂനിയർ കുട്ടികളുടെ പേടിച്ചരണ്ട മുഖങ്ങളോ ഒന്നും അവൻ്റെ കണ്ണിലുടക്കിയില്ല. അവൻ്റെ വിരലുകൾ ഫോൺ സ്ക്രീനിൽ ചലിച്ചുകൊണ്ടിരുന്നു. അതേസമയം കോളേജിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് ഒരു പെൺകുട്ടി അകത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അന്ന. കയ്യിലൊരു പഴയ ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുറ്റും നോക്കാൻ പോലും ധൈര്യമില്ലാതെ അവൾ പതിയെ അടിവെച്ച് മുന്നോട്ട് നീങ്ങി. വിയർത്തു നനഞ്ഞ അവളുടെ കൈകളിൽ ആ ബാഗ് കൂടുതൽ മുറുകി. ഒരു സാധാരണ പെൺകുട്ടിയുടെ കോളേജ് പ്രവേശനമല്ലായിരുന്നു അത്. ഓർഫനേജിലെ 4 ചുമരുകൾക്കിടയിൽ വളർന്ന അന്നക്ക് ആ വലിയ ലോകവും അതിലെ മനുഷ്യരും ഭയമുണർത്തുന്ന ഒന്നായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവൾക്ക് പഠനം മാത്രമായിരുന്നു ഏക കൂട്ട്. പുസ്തകങ്ങളിൽ അവൾ തീർത്ത ലോകത്ത് അവൾ എപ്പോഴും ഒന്നാമതായിരുന്നു. ആ കഠിനാധ്വാനവും പഠിക്കാനുള്ള അസാധ്യമായ കഴിവുമാണ് അവളെ ഈ വലിയ കോളേജിൽ മെറിറ്റ് സീറ്റിലെത്തിച്ചത്. ഓർഫനേജിലെ സിസ്റ്റർമാർ നൽകിയ പ്രാർത്ഥനകൾ മാത്രമാണ് അവളുടെ ഏക സമ്പാദ്യം. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും നിഷ്കളങ്കത വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു വരുമ്പോൾ അവളുടെ ഉള്ളം ആകെ പിടിച്ചു വിറക്കുകയായിരുന്നു. അവൾ ആ പ്രവേശന കവാടത്തിനടുത്തെത്തിയതും തിണ്ണയിൽ ഇരുന്നിരുന്ന അജ്മലിൻ്റെ കണ്ണുകൾ അവളിൽ ഉടക്കി. ഒരു പുതിയ ഇരയെ കിട്ടിയ ആവേശത്തിൽ അജ്മൽ ഒന്ന് വിസിലടിച്ചു. ഇങ്ങോട്ട് വന്നേ. അജ്മലിൻ്റെ ശബ്ദം ഉയർന്നതും അന്നയുടെ ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. അവൾ വിറക്കുന്ന കാലുകളോടെ ചുറ്റും നോക്കി. തന്നെ തന്നെയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അവർക്ക് മുന്നിലേക്ക് നടന്നു വന്നു. തല താഴ്ത്തി വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് അവൾ നിന്നു. എന്താ പേര്? അജ്മൽ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് ചോദിച്ചു. അന്ന. അവളുടെ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുടുങ്ങിപ്പോയിരുന്നു. ഉച്ചത്തിൽ പറയടോ, ഇവിടെ ആരും നിന്നെ പിടിച്ച് തിന്നത്തില്ല. എവിടുന്നാ വരുന്നത്? അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പയ്യൻ കുറച്ചുകൂടി കടുപ്പത്തിൽ ചോദിച്ചു. ഞാൻ ടൗണിലെ സെൻറ് മേരീസ് ഓർഫനേജിൽ നിന്നാ. അവൾ അത് പറഞ്ഞതും അവിടെ ചെറിയൊരു നിശബ്ദത പടർന്നു. പക്ഷെ റാഗിങ്ങിൻ്റെ ആവേശത്തിൽ നിന്നിരുന്ന ആ കൂട്ടത്തിന് അതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളുടെ ആകെ മൊത്തമുള്ള പേടിയും വിറയലും അവരെ കൂടുതൽ രസിപ്പിച്ചു. പഠിക്കാൻ മിടുക്കിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ കോളേജിൽ പഠിപ്പ് മാത്രം പോരാ, അല്പം സ്വല്പം ധൈര്യവും വേണം. അതിന് ഞങ്ങളൊരു ചെറിയ ടാസ്ക് തരാം, അജ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അജ്മൽ ചുറ്റും നോക്കി.
അരികിൽ നിന്നിരുന്ന ഒരു ചെടിയിൽ നിന്ന് ചുവന്നൊരു റോസാപ്പൂ അവൻ പറിച്ചെടുത്തു. എന്നിട്ട് അത് അന്നയുടെ നേർക്ക് നിർത്തി. ദാ, ഈ പൂ പിടിക്ക്. അന്ന ഭയത്തോടെ ആ പൂവിലേക്ക് നോക്കി. പിന്നീട് പതിയെ കൈനീട്ടി അത് വാങ്ങി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ തിണ്ണയിലിരുന്ന് ഫോൺ നോക്കുന്ന നമ്മുടെ കപ്പിത്താനെ കണ്ടോ? അവൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് ഈ പൂവ് കൊടുക്കണം. എന്നിട്ട് ഉറക്കെ പറയണം, ഐ ലവ് യു ലുക്കാച്ച എന്ന്. അവൻ തിരിച്ച് ലവ് യു എന്ന് പറയുന്നത് വരെ നീ അവിടെ നിന്ന് മാറാൻ പാടില്ല. മനസ്സിലായോ? അജ്മൽ ഒരു ചിരിയോടെ പറഞ്ഞു. അന്നയുടെ നെഞ്ച് പടപടാമെന്ന് മിടിക്കാൻ തുടങ്ങി. അവൾ തിണ്ണയിലിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച് താടി നീട്ടി ഗൗരവത്തിൽ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ് അന്നേരം ലൂക്ക. അവനെ കാണുമ്പോൾ തന്നെ ഒരു റൗഡിയുടെ ലുക്കായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രപ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ ആലോചിക്കാൻ പോലും വയ്യ അന്നക്ക്. ഞാൻ പൊക്കോട്ടെ പ്ലീസ്, അവൾ കൈകൾ കൂപ്പി യാചിച്ചു. പറ്റില്ല, ഇത് ഈ കോളേജിൻ്റെ ഒരു ആചാരമാണോ? വേഗം ചെയ്യ്. ഇല്ലെങ്കിൽ അജ്മൽ അവളെ ചെറുതായി ഒന്ന് ഭീഷണിപ്പെടുത്തി. വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ അന്ന കണ്ണുകൾ അടച്ച് കർത്താവിനെ മനസ്സിൽ വിചാരിച്ചു. കയ്യിലെ ചുവന്ന റോസാപ്പൂ മുറുകെ പിടിച്ച് അവൾ പതിയെ തിണ്ണക്കരികിലേക്ക് നടന്നു. ഓരോ അടിയും വെക്കുമ്പോഴും അവൾ ഇഞ്ചിഞ്ചായി മരിക്കുകയായിരുന്നു. അപ്പോഴും ലൂക്ക ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം നോക്കുകയായിരുന്നു അവൻ അന്നേരം. അന്ന അവൻ്റെ തൊട്ടടുത്തെത്തി. അവളുടെ നിഴൽ വീണപ്പോൾ പോലും ലൂക്ക തലയുയർത്തി നോക്കിയില്ല. അവൾ പതിയെ തിണ്ണയിൽ ഒരടി പുറകോട്ട് മാറി വിറക്കുന്ന കാൽമുട്ടുകൾ നിലത്ത് കുത്തി അവന് മുന്നിലിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ആ പൂവിലേക്ക് അടർന്നു വീണു. അവൾ 2 കൈകൊണ്ടും ആ ചുവന്ന റോസാപ്പൂ ലൂക്കയുടെ നേർക്ക് നീട്ടി. ലൂക്കയുടെ മുഖത്തേക്ക് അവൾ ദയനീയമായി ഒന്ന് നോക്കി. അവൻ അപ്പോഴും ഫോണിൽ തന്നെയാണ്. അവൾ ശ്വാസമടക്കി പിടിച്ച് വിറക്കുന്ന ശബ്ദത്തിൽ ആ വാക്കുകൾ പറഞ്ഞു. ഐ ലവ് യു. ആ ശബ്ദം കേട്ടതും ലൂക്കയുടെ വിരലുകൾ ഫോൺ സ്ക്രീനിൽ നിശ്ചലമായി. തൻ്റെ മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ പതിയെ തൻ്റെ ഫോൺ കയ്യിൽ നിന്നും താഴ്ത്തി മുഖമുയർത്തി നോക്കി. ആദ്യത്തെ ആ കാഴ്ച. ലൂക്കയുടെ കണ്ണുകൾ അന്നയുടെ മുഖത്ത് തറഞ്ഞു നിന്നുപോയി. സമയം അവിടെ നിശ്ചലമായതുപോലെ അവന് തോന്നി. അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ഒരു പെൺകുട്ടി. അവളുടെ കണ്ണുകളിലെ ഭയവും ഒപ്പം നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്നു. കണ്ണീർ ഒലിച്ചിറങ്ങി ആ കവിളുകളും പേടികൊണ്ട് വിടക്കുന്ന ചുണ്ടുകളും ലൂക്കയുടെ ഉള്ളിൽ അതുവരെ ഉണ്ടാക്കാത്തൊരു വികാരം ഉണർത്തി. അവൾ ധരിച്ചിരിക്കുന്ന ലളിതമായ വസ്ത്രവും അവളുടെ ആ രൂപവും ഭാവവും അവനെ വല്ലാതെ ആകർഷിച്ചു. അവളുടെ കണ്ണുകളിൽ ആഴത്തിലേക്ക് നോക്കി ലൂക്ക ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അവൻ്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. കോളേജിൽ തല്ലും വഴക്കും തോന്നിവാസവുമായി നടന്നിരുന്ന ലൂക്കയുടെ ഉള്ളിലെ കല്ല് പോലുള്ള ഹൃദയത്തിൽ ഏതൊരു പുതിയ തന്ത്രി ഉണരുകയായിരുന്നു. അവളുടെ ആ ഭാവം അവൻ്റെ മനസ്സിനെ അത്രമേൽ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. ലൂക്ക ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ചുറ്റും നിന്നിരുന്ന അജ്മലും കൂട്ടരും ലൂക്കയുടെ ഈ മാറ്റം കണ്ട് അത്ഭുതത്തോടെ പരസ്പരം നോക്കി. എപ്പോഴും ദേഷ്യപ്പെടുന്ന ലൂക്ക ഇത്രയും ശാന്തനായി ഒരു പെൺകുട്ടിയെ നോക്കിയിരിക്കുന്നത് അവർ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ലൂക്ക പതിയെ തിണ്ണയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ആ ചുവന്ന റോസാപ്പൂവിലേക്ക് നോക്കി. അവനത് കൈനീട്ടി വാങ്ങി. അത് അവൻ വാങ്ങിയപ്പോഴാണ് അന്നക്ക് അല്പസ്വല്പം ആശ്വാസം തോന്നിയത്. അന്ന പതിയെ എഴുന്നേറ്റു. ഞാൻ ഇനി പോയിക്കോട്ടെ? അന്ന പതിയെ ചോദിച്ചു. ആ, ഇന്നിനിപ്പോൾ കൂടുതലൊന്നും വേണ്ട, ബാക്കി നാളെ ആവട്ടെ. അജ്മൽ അന്നയ്ക്ക് പോകാനുള്ള സമ്മതം കൊടുത്തു. അന്ന പോകും മുമ്പേ ലൂക്കയെ ഒന്ന് പാളി നോക്കി. ഇപ്പോഴും അവളുടെ മുഖത്താണ് അവൻ്റെ ആ നോട്ടം. എന്നതാടാ ലൂക്ക, പോകുന്ന പോക്കി അവൾ നിന്റെ ഹൃദയവും കൊണ്ടുപോയോ? അന്ന പോകുന്ന വഴിയെ നോക്കി നിൽക്കുന്ന ലൂക്കാച്ചനെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അജ്മൽ ചോദിച്ചു. ലൂക്ക പതിയെ നെഞ്ചിലൊന്ന് കൈവച്ചു. ശരിയാടാ, അവളത് കൊണ്ടുപോയി എന്നാ തോന്നുന്നത്. നെഞ്ചുമിടിക്കുന്നില്ല. ലൂക്ക ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ അജ്മൽ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. അജ്മലിൻ്റെ പൊട്ടിച്ചിരി അന്തരീക്ഷത്തിൽ മുഴങ്ങി കേട്ടതും ലൂക്കയുടെ നോട്ടം ആ ഗേറ്റിനപ്പുറത്തേക്ക് മറഞ്ഞു നിന്നിരുന്ന അന്നയുടെ നിഴലിലായിരുന്നു. കയ്യിലിരുന്ന ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകളിൽ അവൻ മെല്ലെ വിരലൊടിച്ചു. ചുറ്റുമുള്ള ബഹളങ്ങളിലേക്ക് തിരികെ വരാൻ അവൻ്റെ മനസ്സ് വിസമ്മതിച്ചു. ഒരു നിമിഷം കൊണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റിച്ച ആ പെൺകുട്ടി ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഉള്ള ചിന്തകൾ അവൻ്റെ തലയിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ലൂക്ക? അജ്മൽ ചിരി നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ലൂക്ക ആ പൂവ് തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കാതെ അവൻ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. മാസങ്ങൾ കടന്നുപോയി. ലൂക്കയുടെ നോട്ടം എപ്പോഴും അവളിൽ തന്നെയായിരുന്നു. എപ്പോഴൊക്കെയോ അന്നയും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. അത് ലൂക്കക്ക് മനസ്സിലാവുകയും ചെയ്തു. കോളേജിലെ പതിവ് ബഹളങ്ങൾക്കും ക്ലാസ് റൂമിലെ ലൂക്കയുടെ
കണ്ണുകൾ അറിയാതെ അന്നയെ തിരിഞ്ഞുകൊണ്ടിരുന്നു. ദൂരെ നിന്നെങ്ങാനും അവളെ കാണുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയും. പക്ഷെ അന്ന എപ്പോഴും അവനെ കാണുമ്പോൾ ഭയത്തോടെ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. കോളേജിലെ വലിയ റൗഡിയാണ് ലൂക്ക എന്ന ധാരണ അവളുടെ മനസ്സിൽ ശക്തമായിരുന്നു. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞ് കോളേജ് ക്യാമ്പസ് അല്പം ശാന്തമായിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. 3-ാം വർഷം പഠിക്കുന്ന രാഷ്ട്രീയ ബലവും അല്പം ഗുണ്ടായിസമുള്ള ഷറഫ് എന്ന സീനിയർ വിദ്യാർത്ഥി കുറച്ച് ദിവസങ്ങളായി ജൂനിയർ പെൺകുട്ടികളെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് കോറിഡോറിൽ വെച്ച് നടന്നു പോകുകയായിരുന്ന ഒരു ജൂനിയർ പെൺകുട്ടിയുടെ കൈക്ക് അവൻ കയറി പിടിച്ചു. പേടിച്ചറിൻ്റെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ലെന്നുറച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകളിൽ നിന്നും എങ്ങനെയോ കുതറി മാറി ഓടിയ ആ പെൺകുട്ടി ചെന്നെത്തിയത് ലൈബ്രറിയുടെ വശത്തുള്ള വലിയ മരത്തണലിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയായിരുന്ന ലൂക്കയുടെ മുന്നിലായിരുന്നു. ലൂക്കാച്ചൻ, അവൻ ഷറഫ് എന്നെ. കരച്ചിൽ കൊണ്ട് ആ കുട്ടിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയുടെ കരച്ചിലും ഭയവും കണ്ടപ്പോൾ തന്നെ ലൂക്കയുടെ ഉള്ളിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. ക്യാമ്പസിൽ എന്ത് തോന്നിവാസം നടന്നാലും ലൂക്ക പ്രതികരിക്കാറില്ല. പക്ഷെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നത് അവൻ്റെ ലിസ്റ്റിലില്ലാത്ത കാര്യമായിരുന്നു. ലൂക്ക മറ്റൊന്നും ആലോചിച്ചില്ല. സിംഹത്തെ പോലെ അവൻ ആ ക്യാമ്പസിലൂടെ മുന്നോട്ട് കുതിച്ചു. അജ്മലും കൂടെയുള്ളവരും അവൻ്റെ പുറകെ ഓടി. കോളേജ് ഗേറ്റിന് തൊട്ട് മുമ്പിൽ വെച്ച് ബൈക്കിൽ കയറാൻ തുടങ്ങിയ ഷറഫിൻ്റെ കോളറിൽ ലൂക്കയുടെ ശക്തമായ കൈകൾ പതിഞ്ഞു. ഒരൊറ്റ വലിക്ക് ലൂക്ക അവനെ ബൈക്കിൽ നിന്നും തള്ളി താഴെയിട്ടു. എന്താടാ നീ കാണിച്ചേ? ലൂക്കയുടെ ആദ്യത്തെ ഇടി ഷറഫിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു വീണത്. അടിയുടെ ആഘാതത്തിൽ ഷറഫ് നിലത്തേക്ക് തെറിച്ചു വീണു. ചുറ്റും നിമിഷ നേരം കൊണ്ട് വലിയൊരാൾക്കൂട്ടം രൂപപ്പെട്ടു. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്ന അന്നയും ആ ബഹളം കേട്ടാണ് ഗേറ്റിനടുത്തേക്ക് എത്തിയത്. അവിടെ കണ്ട കാഴ്ച അന്നയുടെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. ലൂക്കയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. അവൻ ഷറഫിൻ്റെ നെഞ്ചിൽ ചവിട്ടി പിടിച്ച് നിലത്തിട്ട് ക്രൂരമായി തല്ലുകയായിരുന്നു. മുഖത്തും വയറ്റിലും മാറി മാറി ഇടി വീണപ്പോൾ ഷറഫ് നിലവിളിച്ചു. അവൻ ചോര തുപ്പാൻ തുടങ്ങിയതും ലൂക്ക കൈവിട്ടില്ല. അടങ്ങാത്ത കോപത്തോടെ ലൂക്ക അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉയർത്തി വീണ്ടും മതിലിലേക്ക് ഇടിച്ചു. ഇനി ഈ ക്യാമ്പസിൽ എന്തെങ്കിലും ഒരു പെൺകുട്ടിയുടെ നേർക്ക് നിന്റെ കൈ ഉയർന്നാൽ ജീവനോടെ നീ വീട്ടിൽ പോയില്ല. ലൂക്ക ഷറഫിനെ നോക്കി ഗർജിച്ചു. ചോരൊലിപ്പിച്ച് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ബോധരഹിതനായി വീഴാൻ തുടങ്ങിയ ഷറഫിനെയാണ് അന്ന കണ്ടത്. അനാഥാലയത്തിൻ്റെ ശാന്തതയിൽ മാത്രം വളർന്ന അവൾക്ക് ഈ കാഴ്ച താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ചുറ്റും നിൽക്കുന്നവർ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. ലൂക്കയുടെ ആ ഭയപ്പെടുത്തുന്ന രൂപവും നിലത്ത് കിടക്കുന്നവൻ്റെ ചോരയും അന്നയുടെ കൺമുന്നിൽ ഇരുട്ട് നിറച്ചു. അവളുടെ തല കറങ്ങാൻ തുടങ്ങി. കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വീണു. അടുത്ത നിമിഷം ഒരൊറ്റ ബോധക്ഷയത്തോടെ അന്ന മണ്ണിലേക്ക് തളർന്നു വീണു. അന്ന! ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ലൂക്ക ശ്രദ്ധ തിരിച്ചു നോക്കിയത്. നിലത്ത് വീണ് കിടക്കുന്ന അന്നയെ കണ്ടതും അവൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. ഷറഫിൻ്റെ കോളറിലെ പിടിവിട്ട് അവൻ വേഗത്തിൽ അന്നയുടെ അടുത്തേക്ക് ഓടിയെത്തി. അവളുടെ മുഖത്ത് വെള്ളം തളിക്കാനും മെഡിക്കൽ റൂമിലേക്ക് മാറ്റാനും അവൻ തന്നെയാണ് മുന്നിൽ നിന്നത്. പിറ്റേന്ന് രാവിലെ കോളേജ് ആകെ അശാന്തമായിരുന്നു. ഷറഫിൻ്റെ വീട്ടുകാരും രാഷ്ട്രീയക്കാരും പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ തടിച്ചുകൂടിയിരുന്നു. ലൂക്കയെ കോളേജിൽ നിന്നും പുറത്താക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഒപ്പം വലിയൊരു പോലീസ് കേസും. പ്രിൻസിപ്പൽ സക്കറിയ സാർ തൻ്റെ കസേരയിൽ ഗൗരവത്തോടെ ഇരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ തലയുയർത്തി തന്നെ ലൂക്ക നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ അജ്മലും. തൊട്ടടുത്തായി മുഖത്ത് ബാൻഡേജുമായി ഷറഫും അവൻ്റെ അച്ഛനും നിന്നു. ലൂക്ക, നീ കോളേജിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നീ പരിധി ലംഘിച്ചു. ഒരു വിദ്യാർത്ഥിയെ ചോര തുപ്പുന്നത് വരെ തല്ലാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് ലൂക്ക? പ്രിൻസിപ്പൽ കടുപ്പത്തിൽ ചോദിച്ചു. സാർ, അവൻ ജൂനിയർ കുട്ടിയോട് മോശമായി പെരുമാറി. ലൂക്ക പറഞ്ഞു തീർക്കും മുമ്പേ ഷറഫിൻ്റെ അച്ഛൻ ഇടപെട്ടു. കള്ളം പറയുകയാണ് സാർ. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. ഇവൻ മനഃപൂർവ്വം വന്ന് തല്ലിയതാണ്. ഇതിന് തെളിവുണ്ടോ? സാക്ഷിയുണ്ടോ? ലൂക്ക തിരികെ ചോദിച്ചു. തന്നെ അറിയുന്നവർ ആരും തനിക്കെതിരെ മൊഴി കൊടുക്കില്ല എന്ന് ലൂക്കക്ക് തീർച്ചയായിരുന്നു. സാർ, ലൂക്ക തല്ലുന്നത് ജൂനിയർ കുട്ടി അന്ന കണ്ടിട്ടുണ്ട്. അവൾ പേടിച്ചിട്ടാണ് അവിടെ തല ഇറങ്ങി വീണത്. അവളെ വിളിച്ച് ചോദിക്കുക സാർ, അവൾ സത്യം പറയും. ഷറഫിന് നല്ല ഉറപ്പായിരുന്നു അന്ന ലൂക്കക്കെതിരെ സംസാരിക്കുമെന്ന്. കാരണം ലൂക്കയോടുള്ള ഭയം കൊണ്ടാണ് അവൾ തല കറങ്ങി വീണതെന്ന് ക്യാമ്പസിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ പ്യൂണിനെ വിട്ട് അന്നയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അന്ന പേടിയോടെ റൂമിലേക്ക് കടന്നു വന്നു. അവളുടെ വിരലുകൾ ഇപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. റൂമിൽ നിൽക്കുന്ന ലൂക്കയെ അവളൊന്ന് നോക്കി. ലൂക്കയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തനിക്കൊരു സസ്പെൻഷൻ ഉറപ്പാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അന്ന, ഇങ്ങോട്ട് അടുത്ത് നിൽക്കൂ, പ്രിൻസിപ്പൽ ശാന്തമായി പറഞ്ഞു. അന്ന പതിയെ മുന്നോട്ട് നടന്നു.
ഇന്നത്തെ ഇന്നലെ കോളേജ് ഗേറ്റിന് മുന്നിൽ വെച്ച് ലൂക്ക ഈ ഷറഫിനെ ക്രൂരമായി തല്ലുന്നത് താൻ കണ്ടോ? താൻ അത് കണ്ടിട്ടാണോ തല കറങ്ങി വീണത്? ഉള്ള സത്യം ധൈര്യമായി പറഞ്ഞോളൂ കുട്ടി. ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല, പ്രിൻസിപ്പൽ ചോദിച്ചു. റൂമിൽ വലിയൊരു നിശബ്ദത പടർന്നു. ലൂക്ക അന്നയുടെ മുഖത്തേക്ക് നോക്കി. അവൾ സത്യം പറയും, താൻ പുറത്താകും എന്ന കാര്യത്തിൽ അവന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അജ്മൽ നിരാശയോടെ തല താഴ്ത്തി. ഷറഫിൻ്റെ മുഖത്ത് ഒരു വിജയച്ചിരി വിരിഞ്ഞു വന്നു. അന്ന കുറച്ച് സമയം നിശബ്ദമായി നിന്നു. അവൾ തൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. പിന്നീട് പതിയെ തലയുയർത്തി പ്രിൻസിപ്പലിനെ നോക്കി. ഇല്ല സർ, ലൂക്കച്ചൻ അല്ല, ലൂക്ക അവനെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ആ വാക്കുകൾ ആ റൂമിൽ ഒരു ബോംബ് പോലെയാണ് വന്നു വീണത്. ഇത്? ഷറഫ് ഞെട്ടലോടെ ചോദിച്ചു. ലൂക്കയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൻ വിശ്വസിക്കാൻ കഴിയാതെ അന്നയെ തന്നെ നോക്കി നിന്നു. നീ എന്താണ് ഈ പറയുന്നത് അന്ന? ഇന്നലെ നീ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടതാണല്ലോ. ഷറഫ് ആക്രോശിച്ചു. ഷറഫ്, മിണ്ടരുത്, പ്രിൻസിപ്പൽ അവനെ ശാസിച്ചു. അന്ന, നീ ആലോചിച്ച് പറയൂ കുട്ടി, ആരോടും പേടി വേണ്ട. നീ എന്താണ് ഇന്നലെ കണ്ടത്? അന്ന ഒരു ദീർഘനിശ്വാസം എടുത്തു. അവൾ ലൂക്കയെ നോക്കാതെ പ്രിൻസിപ്പാലിനോട് പറഞ്ഞു തുടങ്ങി. സാർ, ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നല്ല തലവേദനയും തളർച്ചയും ഉണ്ടായിരുന്നു. ഓർഫനേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ എനിക്ക് ആകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഞാൻ വീണുപോയി. അവിടെ ആരെങ്കിലും തല്ലുകൂടിയെന്നൊന്നും ഞാൻ കണ്ടില്ല സാർ. അവളുടെ ശബ്ദത്തിൽ ഒരിടത്തു പോലും പതർച്ചയുണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി ശാന്തമായി അവളത് പറഞ്ഞു തീർത്തു. ഷറഫിൻ്റെ ഉപ്പയും ഷറഫും ആകെ അപമാനിതരായി പരസ്പരം നോക്കി. പ്രധാന സാക്ഷി തന്നെ കൈവിട്ടതോടെ അവരുടെ കേസ് ദുർബലമായി. പ്രിൻസിപ്പൽ ലൂക്കയെ നോക്കി. ലൂക്ക, നിനക്കെതിരെ വ്യക്തമായ തെളിവുകളോ സാക്ഷികളോ ഇല്ലെങ്കിലും ക്യാമ്പസിൽ ഇനിയൊരു അടിപിടി ഉണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാവും. തൽക്കാലം നിങ്ങൾക്ക് പോവാം. റൂമിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഷറഫും കൂട്ടരും ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു നീങ്ങി. കോറിഡോറിലൂടെ വേഗത്തിൽ നടന്നു പോകുന്ന അന്നയുടെ പുറകെ ലൂക്ക ഓടിച്ചെന്ന്. അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ആശ്ചര്യം അവനെ അത്രമേൽ പിടികൂടിയിരുന്നു. അന്ന, ലൂക്ക പുറകിൽ നിന്ന് വിളിച്ചു. അന്ന നടത്തം നിർത്തി പതിയെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ ഭയത്തിൻ്റെ നിഴലാട്ടമുണ്ടായിരുന്നു. ലൂക്ക അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. നീ നീ എന്തിനാ ഇപ്പോൾ കള്ളം പറഞ്ഞത്? ഞാൻ തല്ലുന്നത് നീ കൃത്യമായി കണ്ടതാണല്ലോ. പിന്നെ എന്തിനാ എന്നെ രക്ഷിച്ചേ? ലൂക്കയുടെ ശബ്ദത്തിൽ ചോദ്യത്തേക്കാൾ കൂടുതൽ അത്ഭുതമായിരുന്നു. എനിക്ക് അടിയും ഇടിയൊക്കെ എല്ലാം കണ്ടപ്പോൾ പേടിയായതുകൊണ്ട് തന്നെയാണ് തല കറങ്ങി വീണത്. പക്ഷെ ആ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ വേറെ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടത്. ലൂക്കാച്ചൻ മാത്രമാണ് ആ ചേച്ചിക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്നത് എന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതിന് ലൂക്കാച്ചൻ കോളേജിൽ നിന്ന് പുറത്താവുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കള്ളം പറഞ്ഞത്. പക്ഷെ ഇനിയൊരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കള്ളസാക്ഷി പറയത്തില്ല. പറയുമ്പോൾ അന്നയുടെ മുഖം കൂർത്തു വന്നു. ലൂക്കക്ക് ആ മുഖം കാണെ കൗതുകം തോന്നി. എന്തിനാ എല്ലാവരുമായി വഴക്ക് പോകുന്നത്? അടങ്ങി ഒതുങ്ങി ജീവിക്കാലോ. അന്ന അവനെ ഉപദേശിക്കുകയാണ്. ലൂക്കക്ക് കൗതുകം ഏറി വന്നു. അന്നയ്ക്കെന്തോ അവനോടൊരടുപ്പം തോന്നുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അന്ന ഇങ്ങനെ ആരോടും സംസാരിക്കാത്തതാണ്. ഞാനിനി ഒരിക്കൽ കൂടെ വഴക്കിന് പോയാൽ ഇയാളെന്ത് ചെയ്യും? ലൂക്ക അവളുടെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ പ്രിൻസിപ്പൽ സാറിന് പരാതി കൊടുക്കും, അല്പം വിറയലോടെ അന്ന പറഞ്ഞു. അത്രയും അടുത്താണ് അവൻ നിൽക്കുന്നത്. എന്നാൽ ലൂക്കാച്ചൻ്റെ കൊച്ച് ഇതും കൂടെ പോയി പറഞ്ഞു കൊടുക്കുക കേട്ടോ. പറയുന്നതിനൊപ്പം ലൂക്ക അവളുടെ കവിളിൽ ചുണ്ടമർത്തിയിരുന്നു. അന്ന തടിച്ചു നിന്നു പോയി. യോ, ചാൻ്റെ കൊച്ചിൻ്റെ കാറ്റു പോയോ? ലൂക്ക അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് പതിയെ ചിരിച്ചു. അന്നക്ക് കരച്ചിൽ വന്നു. ഉമ്മ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലൂക്ക അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. എന്നാത്തിനാ കൊച്ചു കരയുന്നേ? ലൂക്ക ചിരിയോടെ ചോദിച്ചു. ലൂക്ക ചോദിച്ചു തീർന്നതും അന്ന അവനെ തള്ളി മാറ്റി ഓടിയിരുന്നു. കൊച്ചേ, നോക്കിപ്പോ, ലൂക്ക പിറകിൽ നിന്നും ചിരിയോടെ വിളിച്ചു പറഞ്ഞു. അന്ന് മുഴുവൻ അന്നയുടെ ഉള്ളിൽ ലൂക്കയായിരുന്നു. ലൂക്കയുടെ അധരങ്ങൾ തൻ്റെ കവിളിൽ ചേർന്ന നിമിഷം മുതൽ അന്നയുടെ ഉള്ളിലെ പ്രപഞ്ചമാകെ മാറി മറിഞ്ഞിരുന്നു. കോളേജിൽ നിന്ന് ഓർഫനേജിലെ തൻ്റെ ചെറിയ മുറിയിലേക്ക് എത്തുമ്പോൾ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും പ്രയാസം തോന്നി. വസ്ത്രം മാറാൻ പോലും നിൽക്കാതെ തൻ്റെ മേശപ്പുറത്തിരുന്ന ചെറിയ കണ്ണാടിയുടെ മുമ്പിലേക്ക് അവൾ നടന്നു ചെന്നു. പുറത്ത് പെയ്യാൻ തുടങ്ങുന്ന മഴയുടെ തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശിയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നയുടെ ഉള്ളിൽ കത്തുന്നൊരു ചൂടായിരുന്നു. അവൾ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കവിളുകൾ അപ്പോഴും ചുവന്നു തൊടുത്തിരിക്കുന്നുണ്ട്. ചോര വെളിഞ്ഞു പോയതുപോലെ വിറച്ചിരിക്കുന്ന പെൺകുട്ടിയല്ല ഇപ്പോൾ കണ്ണാടിയിൽ നിൽക്കുന്നത്.
അവൾ കണ്ണാടിയിൽ നോക്കി കൈകൾ ഇടുപ്പിൽ കുത്തി നിന്നു. മുഖത്ത് കപടമായ ഒരു ദേഷ്യം വരുത്തി തീർക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നതാ അയാളുടെ വിചാരം? എന്തു ആകാമെന്നോ? അവൾ കണ്ണാടിയോട് എന്ന വണ്ണം ഉറക്കെ സംസാരിച്ചു തുടങ്ങി. ശബ്ദത്തിൽ ഗൗരവം വരുത്താൻ നോക്കിയെങ്കിലും ആ വാക്കുകളിൽ ആദ്യ പ്രണയത്തിൻ്റെ പരിഭ്രമം മുഴുവൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കള്ളം പറഞ്ഞ് പ്രിൻസിപ്പൽ സാറിൻ്റെ മുമ്പിൽ നിന്ന് അയാളെ രക്ഷിച്ചു. ഒരു നന്ദി പറയേണ്ടതിന് പകരം എന്നെ പിടിച്ച് ഒട്ടും ബഹുമാനമില്ലാത്ത മനുഷ്യൻ എന്നെ ഇങ്ങനെ പിടിച്ച് ഉമ്മവെക്കാൻ അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം? ഓർഫനേജിൽ വളർന്നതാണെന്ന് കരുതി എന്നെ എന്ത് ചെയ്യാമെന്നാണ് അയാളുടെ വിചാരം? അവൾ കണ്ണാടിക്ക് നേരെ വിരൽ ചൂണ്ടി മുന്നിൽ ലൂക്ക നിൽക്കുന്നത് പോലെ ഭാവത്തിൽ സംസാരിച്ചു തുടങ്ങി. ലൂക്കാച്ചനാണത്രേ, ലൂക്കാച്ചൻ. ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം. നാളെ കോളേജിൽ ചെല്ലുമ്പോൾ ആ വഴിക്ക് ഞാൻ പോയില്ല. ഇനി എങ്ങാനും എൻ്റെ മുന്നിൽ വന്നാൽ അപ്പം തന്നെ ഞാൻ നേരെ പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമിലേക്ക് പോകും. എന്നിട്ട് പറയും, സാർ ദേ ഈ ലൂക്ക എന്നെ ശല്യം ചെയ്യുന്നു എന്ന്. അപ്പോൾ തീരും അയാളുടെ ഈ തല്ലുകൊള്ളിത്തരമൊക്കെ. സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ ഇരിക്കുമ്പോൾ പഠിച്ചോളും. അവളൊന്ന് ഇരുത്തി മൂളി. പക്ഷേ ഉള്ളിൽ നിന്ന് പ്രിൻസിപ്പാളിനോട് പരാതിപ്പെടുന്ന രംഗം ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ നെഞ്ചിരിപ്പ് കൂടി. അവൾ കണ്ണാടിയിലേക്ക് അല്പം കൂടി അടുത്തു നിന്നു. ലൂക്ക തൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത നിമിഷത്തിലേക്ക് അവളുടെ മനസ്സ് വീണ്ടും സഞ്ചരിച്ചു. വലിയ റൗഡിയാണെന്ന് എല്ലാവരും പറയുമെങ്കിലും അവൻ്റെ കൈകൾ തൻ്റെ കവിളിൽ തൊട്ടപ്പോൾ എത്രയോ മൃദുവായിരുന്നു, ഒരു പൂവ് തൊടുന്ന പോലെ. അല്ലെങ്കിലും ഞാൻ എന്തിനാ അയാൾക്ക് വേണ്ടി കള്ളം പറയാൻ പോയത്? അവൾ തലക്ക് കൈവച്ചുകൊണ്ട് സ്വയം ചോദിച്ചു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ കനത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. ഓർഫനേജിലെ കുട്ടികളുടെ പ്രാർത്ഥനാ ശബ്ദം ദൂരെ നിന്നും കേൾക്കാം. പക്ഷെ അന്നയുടെ മനസ്സ് ആ ശബ്ദങ്ങളിലൊന്നും ആയിരുന്നില്ല. എന്തിനാ എല്ലാവരുമായി വഴക്കിനു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. ആരും ലൂക്കയോട് അങ്ങനെ ചോദിക്കാറില്ലെന്നും തോന്നുന്നു. എല്ലാവർക്കും അയാളെ പേടിയാണ്, എനിക്കും. അവൾ ഒരു നിമിഷം നിർത്തി. എനിക്കും പേടിയാണ്, പക്ഷെ ആ പേടിക്കിപ്പോൾ എന്തോരം മാറ്റമുള്ളത് പോലെ. അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ ചുണ്ടുകൾ പതിയെ വിറക്കുന്നത് അവൾ കണ്ടു. അവൾ തൻ്റെ വലതുകൈ പതിയെ ഉയർത്തി. വിരലുകൾ വളരെ സാവധാനത്തിൽ ഒരു തെന്നൽ തൊടും പോലെ ലൂക്കയുടെ അധരങ്ങൾ പതിഞ്ഞ ആ കവിൾത്തടത്തിലേക്ക് നീങ്ങി. വിരൽത്തുമ്പുകൾ കവിളിൽ മുട്ടിയ നിമിഷം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പ്രവാഹം കടന്നുപോയി. ലൂക്കയുടെ ആ ഗൗരവമുള്ള മുഖം, അവൻ്റെ താടിയുടെ പരുക്കൻ സ്പർശനം, ലൂക്കാച്ചൻ്റെ കൊച്ചെ എന്നാ വിളിച്ചപ്പോൾ അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്ന ആ അസാധാരണമായ ആർദ്രത എല്ലാം അവളുടെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറി. അവൾ കണ്ണുകൾ പതിയെ അടച്ചു. ആ വിരലുകൾ കവിളിൽ തഴുകിക്കൊണ്ടിരുന്നു. താൻ ഇതുവരെ അനുഭവിക്കാത്ത പുസ്തകത്താളുകളിൽ മാത്രം വായിച്ചറിഞ്ഞ ഏതൊരു അനുഭൂതി തന്നെ കീഴ്പ്പെടുത്തുന്നത് അവൾ അറിഞ്ഞു. ലോകത്ത് തനിച്ചാണെന്ന ബോധത്തിൽ നിന്നും തന്നെ സംരക്ഷിക്കാൻ കാവൽ നിൽക്കുന്ന ഒരു കരുത്തുള്ള കൈകൾ അരികിലുണ്ടെന്ന തോന്നൽ അവളുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണാടിയിൽ നോക്കിയ നിമിഷം അവളുടെ ചുണ്ടുകളിൽ തനിയൊരു ചെറിയ ചിരി വിരിഞ്ഞു. ആ കപട ദേഷ്യമെല്ലാം എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു. പിറ്റേന്ന് കോളേജിലേക്ക് നടക്കുമ്പോൾ അന്നയുടെ ഉള്ളിൽ നേർത്ത പരിഭ്രമമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ ലൂക്കയെ തിരയുന്നുണ്ടായിരുന്നു. അതേസമയം ക്യാമ്പസിൻ്റെ മറുവശത്ത് ഷറഫും അവൻ്റെ കൂട്ടുകാരും കടുത്ത അമർഷത്തിലായിരുന്നു. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മൊഴി കാരണം തങ്ങൾ അപമാനിതരായത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അന്ന പതിവ് പോലെ തൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓർഫനേജിലേക്ക് നടക്കുകയായിരുന്നു. കോളേജ് ക്യാമ്പസിന് തൊട്ടുപുറകിലുള്ള ആളൊഴിഞ്ഞ് വിജനമായ ഇടവഴിയിലൂടെയായിരുന്നു അവളുടെ യാത്ര. എളുപ്പവഴിയായതുകൊണ്ട് അവൾ ആ വഴി തിരഞ്ഞെടുത്തത്. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ഏത് സമയവും ഒരു പെരുമഴ പെയ്യാം എന്ന മട്ടിൽ കാറ്റ് വീശി. പെട്ടെന്നാണ് ഒരു ബൈക്കിൻ്റെ ഇരമ്പൽ കേട്ട് അന്ന ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. ഷറഫും കൂടെ 2 ഗുണ്ടകളും ബൈക്കിൽ വന്ന് അവർക്ക് മുമ്പിൽ വഴിമുടക്കി നിന്നു. ഷറഫിൻ്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരിയുണ്ടായിരുന്നു. എന്താടി, ഇന്നലെ പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ വലിയ ആളായിരുന്നല്ലോ, നീ ഒന്നും കണ്ടില്ലല്ലേ? ഷറഫ് ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അന്ന ഭയത്തോടെ ഒരടി പുറകോട്ട് മാറി. അവളുടെ ശരീരം ആകെ വിറക്കാൻ തുടങ്ങി. ഞാൻ പോയിക്കോട്ടെ. അവൾ കൈകൾ കൂപ്പി. പോയിക്കോട്ടെ എന്നോ? ലൂക്കയുടെ കൂടെ നടക്കുന്ന നിന്നെ അങ്ങനെ വിട്ടാൽ എങ്ങനെ? അവനെ ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഷറഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ അവളുടെ കയ്യിലിരുന്ന ബാഗ് പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. അവളുടെ പുസ്തകങ്ങളെല്ലാം റോഡിലെ ചെളിമണ്ണിലേക്ക് ചിതറി വീണു. അന്നയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. അവൾ ചുറ്റും നോക്കി, പക്ഷെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഷറഫ് അവളുടെ തോളിൽ കൈവെക്കാനാഞ്ഞു. പക്ഷെ പൊടുന്നനെ അന്തരീക്ഷമാകെ കുലുങ്ങും വിധം ഒരു ബൈക്കിൻ്റെ ഭീകരമായ ശബ്ദം ആ ഇടവഴിയിൽ മുഴങ്ങി. കരിങ്കൽ ഭിത്തികൾക്കിടയിലൂടെ ഒരു കറുത്ത ബൈക്ക് പാഞ്ഞു വരുന്നത് അവൾ കണ്ടു.
ബൈക്കിൻ്റെ വേഗത കണ്ട് ഷറഫും കൂട്ടരും ഭയന്ന് പുറകോട്ട് മാറി. ഒരൊറ്റ ബ്രേക്കിൽ ബൈക്ക് അന്നയുടെയും ഷറഫിൻ്റെയും നടുവിലായി വന്നു നിന്നു. ബൈക്കിൽ ഇരുന്നിരുന്ന ആളെ കണ്ടതും അന്നയുടെ ശ്വാസം നേരെ വീണു. ലൂക്ക. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ലൂക്കയെ കണ്ടതും ഷറഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ബൈക്കുമെടുത്ത് സ്ഥലം വിട്ടു. എന്താടാ, ഇന്നലെ അടി കഴിഞ്ഞിട്ടാണോ നീ വീണ്ടും വന്നത്? ലൂക്കയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു. ലൂക്ക നീ? ഷറഫ് ഭയത്തോടെ പുറകോട്ട് മാറിയെങ്കിലും ലൂക്ക അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതാ, ഈ ക്യാമ്പസിലൊരു പെൺകുട്ടിയുടെ നേർക്കും നിന്റെ ഈ കൈ ഉയരരുത് എന്ന്. അതിൽ ഇവളും കൂടെ ഉൾപ്പെടും. ഇവളുടെ നേരെ ഇനി നിന്റെ നിഴൽ പോലും വീഴരുത്. ഒരൊറ്റ തള്ളലിന് ലൂക്ക അവനെ റോഡിലെ ചെളിയിലേക്ക് എറിഞ്ഞു. ഷറഫ് പേടിച്ചരണ്ട് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. ഇടവഴിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. മഴത്തുള്ളികൾ പതിയെ വീഴാൻ തുടങ്ങിയിരുന്നു. ലൂക്ക ദേഷ്യത്തോടെ ശ്വാസമെടുത്തുകൊണ്ട് അന്നയ്ക്ക് നേരെ തിരിഞ്ഞു. അവൾ അപ്പോഴും ഭയന്ന് വിറച്ച് കരയുകയായിരുന്നു. ലൂക്ക അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവൻ്റെ മുഖത്തെ ആ ക്രോധമെല്ലാം മാറി അവിടെ ഒരു വല്ലാത്ത ആർദ്രത നിറഞ്ഞു. അവൻ ആ ബാഗ് അന്നയ്ക്ക് നേരെ നീട്ടി. പേടിച്ചോ വച്ചേ? ലൂക്ക വളരെ ശാന്തമായി ചോദിച്ചു. അന്ന ഒന്നും മിണ്ടിയില്ല. അവൾ ബാഗ് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ വിറയിൽ അപ്പോഴും മാറിയിരുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നോക്കി നടക്കണമെന്ന്? ഞാൻ പറഞ്ഞതല്ലേ കൊച്ചേ നിന്നോട് നോക്കി നടക്കണമെന്ന്? ഇവന്മാരൊക്കെ ഇങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? ലൂക്കയുടെ ശബ്ദത്തിൽ ആശങ്ക കലർന്നിരുന്നു. ഞാൻ കാരണം ഇച്ചായം വീണ്ടും പ്രശ്നത്തിലായോ? അന്നെ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആദ്യമായാണ് അവൾ അവനെ ഇച്ചായൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേട്ടതും ലൂക്കയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് അല്പം കൂടി അടുത്തു വന്നു. ഇച്ചായൻ്റെ കൊച്ചിനെ ആരെങ്കിലും തൊട്ടാൽ ഈ ലൂക്ക നോക്കി നിൽക്കില്ല. അന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മനുഷ്യൻ്റെ ഉള്ളിൽ തനിക്കായി മാത്രം സൂക്ഷിച്ചിരുന്ന ആ വലിയ സ്നേഹം അവൾ തിരിച്ചറിയുകയായിരുന്നു. മഴ കനക്കാൻ തുടങ്ങിയിരുന്നു. വലിയ മഴത്തുള്ളികൾ അവരുടെ മേൽ പതിച്ചു. വാ, മഴ നനയണ്ട, ഞാൻ ഓർഫനേജിൽ കൊണ്ടാക്കാം, ലൂക്ക തൻ്റെ ബൈക്കിലേക്ക് ചൂണ്ടി പറഞ്ഞു. അന്ന ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു ആൺകുട്ടിയുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് ഓർഫനേജിലെ സിസ്റ്റർമാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ലൂക്കയേക്കാൾ വലിയൊരു സുരക്ഷിതത്വം ഈ ലോകത്ത് തനിക്ക് മറ്റെവിടെയും കിട്ടില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവൾ പതിയെ നടന്ന് ലൂക്കയുടെ ബുള്ളറ്റിൻ്റെ പുറകിൽ കയറിയിരുന്നു. ലൂക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവൾ ബാഗ് നടുവിൽ വെച്ച് അല്പം അകലം പാലിച്ചാണ് ഇരുന്നത്. ബൈക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ കുഴിയിൽ വണ്ടി ചാടിയതും പേടികൊണ്ട് അന്ന അറിയാതെ ലൂക്കയുടെ തോളിൽ മുറുകെ പിടിച്ചു. ആ സ്പർശനത്തിൽ ലൂക്കയുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. അവൻ മിററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അന്ന പെട്ടെന്ന് കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും ലൂക്ക അവളുടെ ഇടത് കൈ പിടിച്ച് തൻ്റെ തോളിൽ തന്നെ തിരികെ വെച്ചു. വീഴാതിരിക്കണമെങ്കിൽ പിടിച്ചിരുന്ന കൊച്ചേ, അവൻ ഉറക്കെ പറഞ്ഞു. മഴ നനഞ്ഞുള്ള ഈ യാത്രയിൽ അന്നയുടെ ഉള്ളിലെ ഭയമെല്ലാം ഒലിച്ചു പോയിരുന്നു. അവളുടെ വിരലുകൾ ലൂക്കയുടെ തോളിൽ കൂടുതൽ മുറുകി. തന്നെ സംരക്ഷിക്കാൻ, തനിക്ക് തണലാകാൻ ഈ ലോകത്ത് ഒരാളുണ്ടെന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് ആ അനാഥ പെൺകുട്ടി നടന്നു കയറുകയായിരുന്നു. ഓർഫനേജിൻ്റെ ഗേറ്റിന് മുമ്പിൽ ബൈക്ക് വന്ന് നിന്നപ്പോൾ മഴ അല്പം കുറഞ്ഞിരുന്നു. അന്ന ബൈക്കിൽ നിന്നും പതിയെ താഴെ ഇറങ്ങി. അവളുടെ വസ്ത്രങ്ങളെല്ലാം മുടിയിലുമെല്ലാം മഴയിൽ നനഞ്ഞു കുതിർന്നിരുന്നു. പൊയ്ക്കോ, ചെന്ന് നല്ലോണം തല തുടക്കണം കേട്ടോ, ലൂക്ക ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അന്ന പതിയെ തലയാട്ടി. അവൾ തിരികെ നടക്കാൻ തുടങ്ങിയ ശേഷം വീണ്ടും ലൂക്കയ്ക്ക് നേരെ തിരിഞ്ഞു. താങ്ക്സ്, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഹൃദയത്തിൽ തൊട്ടാണ് അവൾ അത് പറഞ്ഞത്. ലൂക്ക ഒന്നും മിണ്ടിയില്ല. പകരം കള്ളച്ചിരിയോടെ അവൾ ഗേറ്റ് കടന്നു പോകുന്നത് വരെ നോക്കി നിന്നു. അന്ന് രാത്രിയും അന്നയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിക്കുള്ളിലെ ജനലിലൂടെ പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ലൂക്കയുടെ കണ്ണുകളും ആ ആർദ്രമായ നോട്ടവും മാത്രമായിരുന്നു. ആ രാത്രിയിലെ പ്രണയ നിമിഷങ്ങളും മഴയുടെ തണുപ്പും അന്നയുടെ നെഞ്ചിൽ ഒരു മധുരമുള്ള നോവായി പടർന്നിരുന്നു. തനിക്കൊരു കാവലാളായി ലൂക്കാച്ചനുണ്ടെന്ന ചിന്ത അവളെ രാത്രി മുഴുവൻ ഉറക്കിയില്ല. പിറ്റേ ദിവസം അവൾ കോളേജിലെത്തിയപ്പോൾ ക്യാമ്പസ് ആകെ പതിവിലും ശാന്തമായിരുന്നു. ക്ലാസ്സിലേക്ക് നടക്കാൻ തുടങ്ങിയ അന്നയുടെ മുന്നിലേക്ക് പെട്ടെന്നാണ് അജ്മൽ വന്നു നിന്നത്. അന്ന, ലൂക്ക നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അജ്മൽ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അന്നയുടെ നെഞ്ചിരിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. അവൾ പതിയെ ക്യാമ്പസിൻ്റെ ഒഴിഞ്ഞ കോണിലുള്ള ആ വലിയ ആൽമര ചുവട്ടിലേക്ക് നടന്നു ചെന്നു. അവിടെ ബൈക്കിൽ ചാടി കൈകൾ കെട്ടി ലൂക്ക നിൽപ്പുണ്ടായിരുന്നു. അന്ന അരികിലെത്തിയതും അവൻ അവളിലേക്ക് അല്പം അടുത്തു വന്നു. വന്നോ? ലൂക്ക പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. എനിക്ക് കൊച്ചിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ലൂക്ക പതിയെ പറഞ്ഞു. അന്ന പക്ഷെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് തല താഴ്ത്തി അങ്ങനെ നിന്നു. ലൂക്ക അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ സംസാരിക്കാൻ തുടങ്ങി.
ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഞാൻ ഈ കോളേജിലുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് തീരും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതുവരെ അന്നൊക്കെ ആലോചിക്കാൻ സമയമുണ്ട്. നിനക്ക് സമ്മതാണെങ്കിൽ ഈ ലൂക്കാച്ചൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടും. ഇത് ലൂക്കയുടെ വാക്കാ. അവൻ അത്രയും പറഞ്ഞു നിർത്തിയ ശേഷം അന്നയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ലൂക്ക പതിയെ കൈനീട്ടി അവളുടെ നെറുകയിൽ തലോടി. എത്രയും പെട്ടെന്ന് എൻ്റെ കൊച്ച് ആലോചിച്ചിട്ട് എനിക്കൊരു അനുകൂലമായ മറുപടി തരണേ. അവൻ്റെ സ്പർശനത്തിലും വാക്കുകളിലും അന്നക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അത് അപ്പോൾ തന്നെ തുറന്നു പറയാൻ അവളുടെ മനസ്സ് കുതിച്ചെങ്കിലും അനാഥത്വത്തിൻ്റെ ഭയവും പെൺമനസ്സിൻ്റെ മടിയും അവളെ പുറകോട്ട് വലിച്ചു. അവൾ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ക്യാമ്പസ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. ആദ്യമൊക്കെ ലൂക്കാച്ചൻ എപ്പോഴും അന്നയുടെ അരികിൽ വരുമായിരുന്നു. ക്ലാസ് വിടുമ്പോഴും കോറിഡോറിലും വെച്ച് അവൻ അവളെ നോക്കി കള്ളച്ചിരിയോടെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കോളേജ് അവസാനിക്കാൻ ഏതാണ്ട് 1 മാസം ബാക്കിയുള്ളപ്പോൾ മുതൽ ലൂക്കാച്ചൻ്റെ ഭാവം പാടെ മാറി മറിഞ്ഞു. അവൻ പതിയെ അവളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നതായി അന്നക്ക് തോന്നി തുടങ്ങി. ഇപ്പോൾ അവൾ നോക്കിയാൽ അവൻ കാണാത്ത ഭാവത്തിൽ മുഖത്തിരിക്കും. കോറിഡോറിൽ വെച്ച് അവൾ തിരികെ നോക്കി ചിരിച്ചാൽ അവൻ ഗൗരവത്തിൽ നടന്നു പോവും. ഒരിക്കൽ അവൾ ധൈര്യം സംഭരിച്ച് ലൂക്കയുടെ അടുത്ത് മിണ്ടാൻ ചെന്നെങ്കിലും എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. ലൂക്കാച്ചൻ്റെ ഈ പെട്ടെന്നുള്ള മാറ്റം അന്നയുടെ ഉള്ളിൽ വലിയൊരു സങ്കടക്കടലായി മാറി. അവളുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞുപോയി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അന്നയോട് അവളുടെ അടുത്ത കൂട്ടുകാരി ലക്ഷ്മി കാരണം തിരക്കി. അന്ന കരച്ചിലോടെ ലൂക്കയുടെ അകൽച്ചയെക്കുറിച്ച് അവളോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ലക്ഷ്മി ഒരു ദീർഘനിശ്വാസം എടുത്തു. അതാടി ഈ ആൺകുട്ടികളുടെ പ്രശ്നം. ലൂക്കാച്ചന് ചിലപ്പോൾ ആദ്യം നിന്നോടൊരു അട്രാക്ഷൻ തോന്നിയതായിരിക്കും. പിന്നെ റാഗ് ചെയ്ത ദിവസം ഷറഫിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ ഉണ്ടായ ഒരു താൽക്കാലിക ഇഷ്ടം. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ലൂക്കാച്ചൻ ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാത്തതും മിണ്ടാത്തതും. നീ അതോർത്ത് കൂടുതൽ സങ്കടപ്പെടണ്ട. കൂട്ടുകാരിയുടെ ആ വാക്കുകൾ അന്നയുടെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പ് പോലെയാണ് തറച്ചു കയറിയത്. അവൾക്ക് വല്ലാത്ത സങ്കടവും ഒപ്പം നിരാശയും തോന്നി. അങ്ങനെയൊന്നുമല്ലല്ലോ അന്ന് എന്നോട് സംസാരിച്ചത്. പിന്നെ എന്തിനാ എനിക്ക് വെറുതെ പ്രതീക്ഷകൾ നൽകിയത്? അവൾ ഓർഫനേജിൽ തൻ്റെ മുറിയിലിരുന്ന് കരഞ്ഞു തീർത്തു. തന്നെ ആരും സ്നേഹിക്കാനില്ലെന്ന പഴയ അനാഥത്വത്തിൻ്റെ നോവ് അവളെ വീണ്ടും പിടികൂടി. ഒടുവിൽ ആ ദിവസമെത്തി. കോളേജിൻ്റെ അവസാന ദിവസം, ഫൈനൽ ഡേ. PG അവസാന വർഷ വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ചടങ്ങുകൾ ക്യാമ്പസിൽ നടക്കുകയാണ്. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചും ഓട്ടോഗ്രാഫ് എഴുതിയും സന്തോഷം പങ്കിടുന്നു. എന്നാൽ അന്നയുടെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിനിടയിലും ലൂക്കയെ മാത്രം തിരഞ്ഞു. ലൂക്ക അപ്പോഴും കൂട്ടുകാരോടൊപ്പം ചിരിച്ച് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇന്ന് കോളേജ് വിട്ടാൽ ഇനി ഒരിക്കലും തനിക്ക് ലൂക്കാച്ചനെ കാണാൻ കഴിയില്ലെന്ന സത്യം അന്നയെ ഭയപ്പെടുത്തി. മടിയും ഭയവും മാറ്റിവെച്ച് അവൾ അവനോട് സംസാരിക്കാൻ തന്നെ ഉറപ്പിച്ചു. അവൾ പതിയെ ജനക്കൂട്ടത്തിനിടയിലൂടെ ലൂക്ക നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു ചെന്നു. ലൂക്കാച്ച, അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ലൂക്ക സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി. എനിക്കൊന്ന് സംസാരിക്കണം. അന്നയുടെ നിറഞ്ഞു കവിഞ്ഞ കണ്ണുകളിലേക്കും വിടക്കുന്ന ചുണ്ടുകളിലേക്കും അവൻ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം ആർദ്രത വന്നെങ്കിലും അടുത്ത ക്ഷണത്തിൽ അവൻ മുഖം കടുപ്പിച്ചു. അവൾക്ക് നേരെ നോക്കി സംസാരിക്കാൻ പോലും നിൽക്കാതെ, അവൾക്ക് മുഖം കൊടുക്കാതെ ലൂക്ക കടന്നുപോയി. കോളേജിലെ വലിയ പടവുകളിൽ തനിച്ച് നിന്നു പോയ അന്നയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. ലൂക്കാച്ചൻ തന്നെ പൂർണ്ണമായും കൈവിട്ടെന്ന യാഥാർത്ഥ്യം താങ്ങാനാവാതെ അവൾ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ തറഞ്ഞു നിന്നുപോയി. യാത്രയപ്പിൻ്റെ ബഹളങ്ങളും സുഹൃത്തുക്കളുടെ ആർപ്പുവിളികളും ക്യാമറ കണ്ണുകളുടെ തിളക്കവുമെല്ലാം അവൾക്ക് ചുറ്റും ഒരു അന്യഗ്രഹത്തിലെ കാഴ്ചകൾ പോലെയാണ് അന്നക്ക് തോന്നിയത്. തൻ്റെ പ്രിയപ്പെട്ട ഇച്ഛായൻ മറ്റാരോ ആയി മാറി. ഒരു വാക്കുപോലും മിണ്ടാതെ തനിക്ക് മുഖം തരാതെ നടന്നുപോയ ആ ദൃശ്യം അവളുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞതേയില്ല. അതിനുശേഷമുള്ള ദിവസങ്ങൾ അന്നക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. ലൂക്ക കോളേജ് പഠനം പൂർത്തിയാക്കി പടിയിറങ്ങിപ്പോയെങ്കിലും ആ ക്യാമ്പസിലെ ഓരോ മൺതരിയിലും അവൻ്റെ ഓർമ്മകൾ ശ്വാസം മുട്ടിക്കും വിധം അവശേഷിച്ചിരുന്നു. പിറ്റേന്ന് മുതൽ അന്ന പതിവ് പോലെ കോളേജിൽ വരാൻ തുടങ്ങി. അവൾ ഇപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ക്ലാസ് മുറിയുടെ ജനലിനരികിൽ ഇരുന്ന് പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കുമ്പോൾ അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. തനിക്ക് എന്തിനാണ് അവൻ ആകാശത്തോളം പ്രതീക്ഷകൾ തന്നത്? ഒരു അനാഥയായ തൻ്റെ മനസ്സ് വെച്ച് കളിക്കാൻ അവന് എങ്ങനെ തോന്നി? ലക്ഷ്മി പറഞ്ഞതുപോലെ അതൊരു താൽക്കാലിക അട്രാക്ഷൻ മാത്രമായിരുന്നു. താൻ ഒരു പാവല്ലേ, ആരോരുമില്ലാത്തവളാണെന്ന് അറിഞ്ഞിട്ടും ലൂക്കാച്ചൻ തന്നെ പറ്റുകയായിരുന്നു. ഈ ചോദ്യങ്ങൾ ദിവസവും രാത്രികളിൽ ഓർഫനേജിലെ ചെറിയ കട്ടിലിൽ കിടന്ന് അവൾ സ്വയം ചോദിച്ചു തുടങ്ങി. തലയണ കണ്ണീരിൽ കുതിർന്നു. ലൂക്കയോടുള്ള വല്ലാത്ത പ്രണയത്തിൻ്റെ ഒപ്പം തന്നെ കബളിപ്പിച്ച് കടന്നുപോയതിലുള്ള കടുത്ത ദേഷ്യവും അവളുടെ ഉള്ളിൽ ഒരേ സമയം പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നു.
കാലം അതിൻ്റെ വേഗതയിൽ മുന്നോട്ട് പാഞ്ഞു. ലൂക്ക കോളേജ് വിട്ടിട്ട് ഇപ്പോൾ 6 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. 6 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും അവൻ അന്നയെ തിരക്കി വന്നില്ല. ഒരു ഫോൺ കോളോ ഒരു ചെറിയ സന്ദേശമോ പോലും അവൾക്ക് അയച്ചതുമില്ല. ആദ്യമൊക്കെ അവൻ ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ ബൈക്കുമായി നിൽക്കുന്നുണ്ടാവുമെന്ന് കരുതി അവൾ കൊതിയോടെ നോക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവൾ ആ പ്രതീക്ഷകളെല്ലാം മനഃപൂർവ്വം കൊന്നുകളഞ്ഞു. അവളുടെ മുഖത്തെ നിഷ്കളങ്കമായ പഴയ പുഞ്ചിരി പാടെ മാഞ്ഞുപോയിരുന്നു. ലൂക്ക നൽകിയ വേദന അവളെ കൂടുതൽ നിശബ്ദയാക്കി. അവൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പുസ്തകത്താളുകളിൽ തെളിഞ്ഞു വന്നത് ലൂക്കയുടെ വിടർന്ന കണ്ണുകളായിരുന്നു. അവൾ ആകെ മെലിഞ്ഞുണങ്ങി, കൺതടങ്ങൾ കറുത്തു തൊടുത്തു. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം വന്നു ചേർന്നു. ഓർഫനേജിലെ പതിവ് പ്രാർത്ഥനകൾക്ക് ശേഷം കുട്ടികളെല്ലാം വലിയ ഹാളിൽ ഒത്തുകൂടുന്ന ദിവസമായിരുന്നു അത്. അന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു സദ്യക്കുള്ള ഒരുക്കങ്ങൾ ഓർഫനേജിലെ അടുക്കളയിൽ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഹാളിലെ വലിയ സ്പീക്കറിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് മുഴങ്ങിയത്. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മുടെ ഓർഫനേജിലെ കുട്ടികൾക്ക് ഒരു നല്ല മനുഷ്യൻ്റെ വക ഫ്രീ ആയിട്ട് ഒരു വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് എല്ലാ കുട്ടികളും ഭക്ഷണത്തിനായി പ്രധാന ഹാളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. കുട്ടികളുടെ മുഖത്തെല്ലാം വലിയ സന്തോഷം നിറഞ്ഞു. എന്നാൽ അന്നക്കൊന്നിനും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൾ ആകെ തകർന്ന് തൻ്റെ മുറിയിലെ ജനലരികിൽ ഇരിക്കുകയായിരുന്നു. എങ്കിലും സിസ്റ്റർമാരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ പതിയെ എഴുന്നേറ്റ് വസ്ത്രമെല്ലാം ഒതുക്കി ഹാളിലേക്ക് നടന്നു. പട്ടിണി കിടന്നു കരഞ്ഞു അവൾ. അത്രമേൽ ക്ഷീണിച്ചു പോയിരുന്നു. ഹാളിലേക്ക് കയറാൻ തുടങ്ങിയ അന്നയുടെ തോളിൽ ആരോ പതിയെ തട്ടി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓർഫനേജിൻ്റെ ചുമതലയുള്ള സിസ്റ്റർ മേരി ആയിരുന്നു അത്. സിസ്റ്ററുടെ മുഖത്ത് ഒരു പ്രത്യേക തരം തിളക്കവും വലിയൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അന്നമോളെ, നീ അങ്ങോട്ട് ഹാളിലേക്ക് ഇപ്പോൾ പോകണ്ട. നിന്നെ കാണാൻ ഓഫീസിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു വിസിറ്റർ, സിസ്റ്റർ പറഞ്ഞു. അന്ന ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അവളുടെ നെഞ്ച് പടപട എന്ന് ഇടിക്കാൻ തുടങ്ങി. വിസിറ്ററോ? അതും തനിക്കോ? ഈ 20 വർഷത്തെ ജീവിതത്തിനിടയിൽ അവളെ അന്വേഷിച്ച് ഇന്നേ വരെ ഒരു മനുഷ്യൻ പോലും ആ ഓർഫനേജിൻ്റെ പടി കടന്ന് വന്നിട്ടില്ല. താൻ ഈ ഭൂമിയിൽ അത്രമേൽ തനിച്ചാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പിന്നെ ആരാണിപ്പോൾ? സിസ്റ്റർ, ആരാണ് വന്നത്? എന്നെ അന്വേഷിച്ചോ? തെറ്റിപ്പോയതാവും. എനിക്ക് ലോകത്ത് ആരുമില്ലല്ലോ. അന്ന സംശയത്തോടെയും പരിഭ്രമത്തോടെയും ചോദിച്ചു. സിസ്റ്റർ മേരി അവളുടെ 2 കൈകളും ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, തെറ്റിപ്പോയതല്ല മോളെ, കർത്താവ് അയച്ച ഒരാളാണ്. നിന്റെ ഈ അനാഥ ജീവിതത്തിലേക്ക് കർത്താവ് നിനക്കായി മാത്രം തിരഞ്ഞെടുത്ത് അയച്ച നിന്റെ സ്വന്തം ആൾ. ചെന്ന് നോക്ക്. സിസ്റ്ററുടെ വാക്കുകൾ അന്നയിൽ വലിയൊരു അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. കർത്താവ് അയച്ച ആളോ? അവളുടെ മനസ്സിൽ ഏതൊരു കോണിൽ ആ വലിയ പഴയ ബുള്ളറ്റിൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. ഇല്ല, അത് അവനാവില്ല. അവൻ എന്നെ മറന്നതാണ്. ലക്ഷ്മി പറഞ്ഞതുപോലെ അതൊരു താൽക്കാലിക ഇഷ്ടം മാത്രമായിരുന്നു. അവൻ എന്തിനു വരണം? സംശയങ്ങളും ഭയവും നിറഞ്ഞ മനസ്സോടെ, വിറക്കുന്ന കാലടികളോടെ അന്ന മുന്നോട്ട് നടന്നു. സിസ്റ്റർക്ക് പുറകെ അവൾ ഓർഫനേജിലെ വലിയ വിസിറ്റിംഗ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഹാളിലെ വെളിച്ചത്തിലേക്ക് അന്ന നടന്നു കയറി. വിശാലമായ ആ മുറിയുടെ നടുവിലായി വലിയ മേശക്കരികിൽ ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ രൂപം തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. ലൂക്ക. വളരെ മാന്യമായ ഒരു ഫോർമൽ ഷർട്ടും പാൻറ്റും ധരിച്ച് താടിയെല്ലാം ഭംഗിയായി ഒതുക്കി കെട്ടി അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ആ പഴയ കള്ളച്ചിരിയുണ്ടായിരുന്നു. കൈകൾ നെഞ്ചിൽ പിടച്ചു കെട്ടി അവൻ അന്നയെ തന്നെ നോക്കി നിന്നു. അന്നയുടെ കാലുകൾ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. അവളുടെ ഉള്ളിൽ 6 മാസമായി അടക്കി പിടിച്ച സങ്കടങ്ങളും ദേഷ്യവും പ്രണയവും എല്ലാം കൂടി ഒരു വലിയ കൊടുങ്കാറ്റായി മാറി. അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരാം മോളെ, നീ സംസാരിക്ക്. സിസ്റ്റർ മേരി ലൂക്കയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവിടെ നിന്നും പതിയെ മാറിപ്പോയി. ഹാളിൽ ഇപ്പോൾ അവർ 2 പേരും മാത്രമായി. വലിയൊരു നിശബ്ദത അവിടെ പടർന്നു. ലൂക്ക ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ആകെ മെലിഞ്ഞ രൂപവും നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടം നിറയുന്നുണ്ടായിരുന്നു. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അന്നക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തന്നെ ഇത്രമാത്രം വേദനിപ്പിച്ച തൻ്റെ ജീവിതം തകർത്ത ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഇനി തനിക്ക് നിൽക്കേണ്ട കാര്യമില്ലെന്ന് അവളുടെ അഭിമാനം പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞു. പക്ഷെ അവൾ ഒരടി മുന്നോട്ട് വെക്കും മുമ്പേ ഒരു മിന്നൽ വേഗത്തിൽ ലൂക്ക അവളുടെ അരികിലേക്ക് എത്തിയിരുന്നു. അവൻ്റെ ശക്തമായ വലുതുകൈ അന്നയുടെ വിറക്കുന്ന കയ്യിൽ മുറുകെ പിടിച്ചു. ആ സ്പർശനം അവളുടെ ഉള്ളിലൂടെ ഒരു കറന്റ് പാഞ്ഞുപോയി. അവൾ കൈ വിടുവിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ലൂക്കയുടെ പിടി കൂടുതൽ മുറുകി. എങ്ങോട്ടാ എൻ്റെ കൊച്ചു ഓടുന്നത്? ഈ ചായന കണ്ടിട്ട് അത്രയ്ക്ക് ദേഷ്യമാണോ? ലൂക്ക വളരെ ശാന്തമായി തമാശ രൂപേണ ചോദിച്ചു.
എന്നെ വീട്, എൻ്റെ കൈ വിടാൻ. അന്ന കരച്ചിലൂടെ അവനെ തള്ളി മാറ്റാൻ നോക്കി. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്കല്ലേ വന്നത്. നിങ്ങൾക്ക് വന്ന് ഉപയോഗിക്കാനുള്ള പാവയല്ല ഞാൻ. അന്നയുടെ ശബ്ദം ഇടറി. അവൾ മുഖം പൊത്തി കരഞ്ഞു. എന്തിനാ ലൂക്കാച്ച എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്? അന്ന് എനിക്ക് വലിയ പ്രതീക്ഷകൾ തന്നിട്ട് കോളേജ് അവസാനിച്ച ദിവസം ഞാൻ സംസാരിക്കാൻ വന്നിട്ടും എനിക്ക് മുഖം തരാതെ നടന്നു പോയപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു. എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയല്ലായിരുന്നോ? ലൂക്കയുടെ മുഖത്തെ ആ തമാശയെല്ലാം മാറി. അവൻ പതിയെ അന്നയുടെ 2 കൈകളും പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ അപ്പോഴും വിറക്കുകയായിരുന്നു. കൊച്ചെ, എന്നെ ഒന്ന് നോക്കടി. ലൂക്കയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രത നിറഞ്ഞു. അന്ന പതിയെ തലയുയർത്തി അവനെ നോക്കി. നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ ലൂക്കക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയല്ലേ? അവൻ അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ എന്തിനാ എപ്പോഴും എല്ലാവരുമായി വഴക്കിന് പോകുന്നതെന്ന്? അടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ എന്ന്. അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതാ. കോളേജിൽ ആ റൗഡി ലൂക്കക്ക് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഒരു അനാഥാലയത്തിൽ വളർന്ന എൻ്റെ കൊച്ചിനെ അവിടുത്തെ സിസ്റ്റർമാരുടെ മുന്നിൽ വെച്ച് നെഞ്ചു വിരിച്ച് നിന്ന് ചോദിക്കണമെങ്കിൽ എനിക്കൊരു നല്ല നിലയും വിലയും വേണമായിരുന്നു. അന്നെ വിശ്വസിക്കാൻ കഴിയാതെ ലൂക്കയെ ഒന്ന് നോക്കി. അതുകൊണ്ട് മാത്രാടോ ഞാൻ നിന്നിൽ നിന്ന് അകലം പാലിച്ചത്. എൻ്റെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലും എനിക്ക് കിട്ടാൻ പോകുന്ന ജോലിയിലുമായിരുന്നു. ഇന്നെനിക്കിപ്പോൾ ജോലി കിട്ടി. ഇന്ന് ഈ ഓർഫനേജിലെ കുട്ടികൾക്ക് കൊടുത്ത സദ്യ എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ടുള്ളതാ. ലൂക്ക ഒരു വലിയ പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്നെ കൂടെ കൂട്ടാൻ, നിന്റെ കൈപിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ യോഗ്യതയും നേടിയിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നീയും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ആ കുറച്ച് നാൾ മിണ്ടാതിരുന്നത്. എന്നോട് ക്ഷമിക്കു വച്ചേ. ലൂക്കയുടെ വാക്കുകൾ കേട്ടതും അന്നയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഉരുക്കിപ്പോയി. അവൻ തന്നെ വഞ്ചിക്കുകയായിരുന്നില്ല, മറിച്ച് തനിക്കായി ഒരു വലിയ ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവൾ എല്ലാ മടിയും മാറ്റിവെച്ച് ലൂക്കയുടെ നെഞ്ചിലേക്ക് വീണ് മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ഇപ്പോൾ സന്തോഷം കൊണ്ടുള്ളതായിരുന്നു. ലൂക്ക അവളെ തൻ്റെ കൈകൾക്കുള്ളിൽ ഒതുക്കി പിടിച്ചു. ആ വലിയ ഹാളിൽ പുറത്ത് പെയ്യുന്ന മഴയുടെ പശ്ചാത്തലത്തിൽ 2 ഹൃദയങ്ങൾ ഒന്നായി മാറുകയായിരുന്നു. കാലത്തിൻ്റെ ചക്രം വീണ്ടും തിരിഞ്ഞു. വർഷങ്ങൾ 5ഓളം കടന്നുപോയിരുന്നു. അതേ സെൻറ് മേരീസ് ഓർഫനേജിൻ്റെ വലിയ ഹാൾ അന്ന് പതിവിലും കൂടുതൽ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വർണ്ണാഭമായ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് ഹാളാകെ തിളങ്ങി നിന്നു. ഹാളിൻ്റെ നടുവിലായി ഒരു വലിയ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുകളിൽ ഹാപ്പി ബർത്ത്ഡേ മരിയക്കുട്ടി എന്ന് എഴുതിയിരുന്നു. അന്നയുടെയും ലൂക്കയുടെയും മകളുടെ 1ാമത്തെ ജന്മദിനമായിരുന്നു അത്. തൻ്റെ മകളുടെ ആദ്യത്തെ പിറന്നാൾ താൻ വളർന്ന് തനിക്ക് ജീവിതം തന്ന ആ ഓർഫനേജിലെ കുട്ടികളോടൊപ്പം ആഘോഷിക്കണമെന്നത് അന്നയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഹാളിൻ്റെ ഒരു വശത്ത് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു അന്ന. അവളിപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. മുഖത്ത് അനാഥത്വത്തിൻ്റെ ഒരു നിഴൽ പോലും ഇല്ല. ലൂക്കയുടെ തോളിലിരുന്ന് അവരുടെ 1 വയസ്സുള്ള മകൾ തൻ്റെ കുഞ്ഞു കൈകൾ ഇളക്കി ചിരിക്കുകയായിരുന്നു. ലൂക്കയുടെ മുഖത്ത് അപ്പോഴും ആ പഴയ കള്ളച്ചിരി തങ്ങി നിൽപ്പുണ്ട്. അവൻ അന്നയുടെ അരികിലേക്ക് നടന്നു വന്നു. ലൂക്ക മകളെ താഴെ ഇറക്കി അന്നയുടെ കയ്യിലേക്ക് കൊടുത്തു. അന്ന മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കവിളിൽ പതിയെ ഉമ്മ വെച്ചു. പിന്നീട് അവൾ ലൂക്കയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തനിക്കായി മാത്രം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ കടൽ അവൾ വീണ്ടും കണ്ടു. അവൻ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ച് ആ ഓർഫനേജിലെ കുട്ടികളെ നോക്കി. ഒരിക്കൽ തനിച്ചായിരുന്ന ആ പെൺകുട്ടിക്ക് ഇന്ന് വലിയ ലോകവും തന്നെ ജീവനായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവും മകളുമുണ്ട്. പ്രണയത്തിൻ്റെ ആ വലിയ തണലിൽ അവർ മൂവരും സന്തോഷത്തോടെ ആ പുതിയ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി. അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വരുന്നതാണ്. താങ്ക് യു.